യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിന്റെ കൊല്ലം ജില്ലാ ദ്വൈവാർഷിക പൊതുയോഗം ഞായറാഴ്ച നടക്കും. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരുനാഗപ്പള്ളി IMA ഹാളിലാണ് പരിപാടി നടക്കുന്നത്. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിന്റെ ജില്ലാ ദ്വൈവാർഷിക പൊതുയോഗവും ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പും ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2-ന് കരുനാഗപ്പള്ളി IMA ഹാളിൽ നടക്കുന്ന പരിപാടി UMC സംസ്ഥാന സെക്രട്ടറി ടോമി കുറ്റിയാങ്കൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് നിജാം ബഷി അധ്യക്ഷത വഹിക്കും. വ്യാപാരികൾക്കായി പ്രത്യേക മന്ത്രാലയം രൂപവൽക്കരിക്കണമെന്നും ദേശീയപാതയിലെ സർവീസ് റോഡുകളുടെ വീതിയില്ലായ്മ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുന്ന നിവേദനം സർക്കാരിന് സമർപ്പിച്ചതായി ഭാരവാഹികളായ നിജാം ബഷി, BR പ്രസാദ്, ഹരി ചേനങ്കര, ശ്രീകുമാർ വള്ളിക്കാവ്, റൂഷ P കുമാർ, ധന്യ B രാജ്, EM അഷ്റഫ് വളപ്പുര, AS രാജു എന്നിവർ അറിയിച്ചു. ഞായറാഴ്ച പകൽ 1 മണി മുതൽ കരുനാഗപ്പള്ളി IMA ഹാളിൽ ആരംഭിക്കുന്നു. ദ്വൈവാർഷിക പൊതുയോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടുത്തെ വ്യാപാരികൾക്കും പത്രമാധ്യമങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യങ്ങളാണ്. എങ്കിൽ തന്നെയും യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കാം. അതിൽ പ്രധാനമായും നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ ഏതാണ്ട് കൊല്ലം ജില്ലയിൽ 2872 വ്യാപാര സ്ഥാപനങ്ങളാണ്. അതിൽ 2464 പേർക്ക് 75,000 രൂപ വീതം വാങ്ങിക്കൊടുക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഹൈക്കോടതി നമ്മൾ കേസ് വിലയിരുത്തി. കണ്ണൂരിലെ കുറച്ച് വ്യാപാരികൾ കേസ് ചെയ്തതിൻ്റെ ഫലമായി 2 ലക്ഷം രൂപ ഹൈക്കോടതി കോടതി അനുവദിച്ചു. പക്ഷെ അത് വ്യാപാരികൾക്ക് കിട്ടിയിട്ടില്ല. അത് ഗവൺമെൻറ്റുമായി സമ്മർദ്ദം ചെലുത്തിയിട്ടും ആ പണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതിന് ഞങ്ങൾ സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്ത് LANHന് ഡയറക്ഷൻ കൊടുത്ത് ആ ഫണ്ട് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ സംഘടന മുന്നോട്ട്. പിന്നീട് ഞങ്ങൾക്ക് അറിയാം വ്യാപാരികളും ഉള്ള തർക്കങ്ങൾ, കടകൾ അടിച്ചു പൊട്ടിക്കുക. ഈ അടുത്ത സമയത്ത് തന്നെ ഞങ്ങൾക്കറിയാം ഹോട്ടൽ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ആ വ്യാപാര സ്ഥാപനം അടിച്ചു പൊട്ടിച്ച് അതിനെ ഞങ്ങൾ പ്രതിഷേധ ധർണ്ണ നടത്തി അദ്ദേഹത്തിന് 3.25 ലക്ഷം രൂപ സ്ഥാപനം നഷ്ടമുണ്ടായിരുന്നു. പിന്നെ ആ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കോടതി അദ്ദേഹത്തിന് തുറങ്കിലടയ്ക്കുകയും അത് ആ പണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഈ സംഘടന വരുന്നു. അത് ഒരുപാട് വിഷയങ്ങൾ വ്യാപാരികളുമായുള്ള തർക്കങ്ങൾ ഒരുപാട്. ദൈനംദിനം വ്യാപാരികളും പല തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളൊക്കെ നമ്മുടെ വ്യാപാരി സംഘടന NH66 അതിൻ്റെ സർവീസ് റോഡിൻ്റെ വീതി കുറവാണ് എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിലൊരു പരിഹാരവും ഇതുവരെയും NHന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നിലവിലുള്ള ഈ സർവീസ് റോഡിൻ്റെ വീതി ഒരു ബസ് ആ സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾക്ക് ഒന്നും തന്നെ പോകാനാണ്. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി ടൗണിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളുണ്ടാകും. ട്രാഫിക് പ്രശ്നങ്ങളുണ്ടാകും. ട്രാഫിക് ജാമായി കഴിയും. അവിടെ ഒരു ബസ് ടൗണിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു വാഹനത്തിന് പോകാനാകത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് കഴിയും. അതിന് അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകും. സ്ഥലം ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റും. അതുപോലെ ഒന്നാണ് ഈ സ്കൂളുകളിൽ കിടക്കുന്ന വ്യാപാരം. സ്കൂളുകളിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും സ്കൂളുകൾ നേരിട്ടോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടുകൊണ്ട് വ്യാപാരം നടത്തുന്ന ഒരു പരിപാടി നടത്തും. അത് അടിയന്തരമായി നടത്തും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.